ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞോ ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു. ഗതസമന പൂവനത്തിൽ അധികഭാരം വഹിച്ചതിനാ അതിവേദയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പാതെ അനുസരിച്ചു. താതനിഷ്ടം നടപ്പാതെ അനുവദിച്ചു. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞോ ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതലുള്ള ചില വാക്കുകളെ ആസ്പദമാക്കി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു സഹിച്ച പീഡനങ്ങളെ ഒന്ന് ഓർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഗത്സമന മുതൽ കൊൽഗോഥ വരെയുള്ള ഒരു ചെറിയ ഒരു ചരിത്രം ഒന്ന് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗം ഞാൻ എടുത്തത്. ദൈവത്തിൻ്റെ ഏകജാതനെ മാനവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അയച്ചു. സ്ത്രീയുടെ സന്തതി എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാത്ത സാത്താൻ സമൂഹമായും വ്യക്തിപരമായും തകർത്ത് കളവാൻ ശ്രമിച്ചുവെങ്കിലും ദൈവിക പദ്ധതി നിറവേറി. കന്യകയിൽ യേശു പൂജാതനായി. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി അതിന് പിന്നിൽ പ്രവർത്തിച്ച സാത്താനാണ്. ദൈവം തൻ്റെ സൃഷ്ടികളെയെല്ലാം നശിപ്പിച്ചപ്പോൾ ഭൂമിയിൽ വീണ്ടും സാത്താന് അവൻ്റെ കൂട്ടർക്കും വാഴുവാൻ സാധിക്കും. ഇപ്പോൾ ആ അവകാശം ദൈവം ആദാമിനും അവൻ്റെ തലമുറയ്ക്കും കൈമാറി എന്ന് ഉൽപ്പത്തി പുസ്തകം 1:27 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസൃഷ്ടിയായ മനുഷ്യനെ ദൈവം ഈ അധികാരം കൈമാറിയത് മുതൽ സാത്താൻ പ്രതികാര ചിന്തയുമായി തക്കം നോക്കിയിരിക്കുകയായിരുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റണം. ആദ്യത്തെ തന്ത്രം സാത്താനും വിജയിച്ചു. ഏദനിൽ ആദനമ്പികളെ പരാജയപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. സാത്താൻ അട്ടഹാസം മുഴക്കി. എന്നാൽ അവന് ലഭിച്ച ശിക്ഷ ഭയങ്കരമായിരുന്നു. അന്ന് ദൈവം പറഞ്ഞതാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവനുമായി ദൈവത്തിൽ നിന്നും അകറ്റാൻ ഉള്ള പദ്ധതിയാണ് നോഹയുടെ സമയത്ത് ഉണ്ടായത്. എന്നാൽ ദൈവം നോഹയ്ക്ക് കൃപ നൽകി പെട്ടകത്തിലൂടെ കുടുംബത്തെ രക്ഷിച്ചു. എങ്കിലും നോഹയെ വീഞ്ഞു കുടിപ്പിച്ച് കനാൻ വീണ്ടും ശപിക്കപ്പെട്ടവനായി. എന്നാൽ ആ പിൻതലമുറയിൽ നിന്നും ദൈവം അബ്രഹാമിനെ വേർതിരിച്ചു. അബ്രഹാമിലൂടെ ഇസഹാക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബും, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങളുമായി. അങ്ങനെ യഹൂദ ഗോത്രത്തിൽ യേശു പൂജാതനായി. രാജാക്കന്മാർ മൂലം യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ പദ്ധതിയിട്ടു. അവിടെയെല്ലാം ദൈവം പ്രവർത്തിച്ചു. മാനവരക്ഷയ്ക്ക് ദൈവം ഒരുക്കി വച്ച രക്ഷകനെ ക്രൂശിൽ വെച്ച് തകർത്ത് കളയുവാനും കല്ലറയിൽ ഒതുക്കുവാനും സാത്താൻ പദ്ധതിയിട്ടുവെങ്കിലും മരണത്തെ ജയിച്ച 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. ഇത്രയും കാര്യങ്ങൾ രക്തം ചുരുക്കമായി ഓർപ്പിച്ചുവെന്നേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. യേശുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ കാലയളവിൽ അവസാനിക്കാറായപ്പോൾ ശിഷ്യന്മാരുടെ ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കലിടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകളെല്ലാം ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അതിന് പത്രോസ് പറഞ്ഞത്, എല്ലാവരും നിങ്ങളിടറിയാലും ഞാൻ ഒരു നാൾ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു പത്രോസിനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പ് 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസ് വീണ്ടും ശക്തമായി പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു. അനന്തരം നടന്ന സംഭവങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ. പത്രോസിനെയും സെബെദീപുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ച് യാകുലപ്പെട്ടു തുടങ്ങി. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീനെന്ന് യേശു പറഞ്ഞു. പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് കവിള് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചു. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞു.
ഉറക്കത്തിലായിരുന്ന ശിഷ്യന്മാരെ ഉണർത്തിയിട്ട് പറഞ്ഞു, നാം പോകാം, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. യൂദാ അടുത്ത് വന്ന് യേശുവിനെ ചുംബിച്ചു. അപ്പോൾ അവർ അടുത്ത് വന്ന് യേശുവിനെ പിടിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ പത്രോസാണെന്ന് പറയുന്നു. ആളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് വെട്ടി വീഴ്ത്തി. യേശു ആ വ്യക്തിയുടെ കാതെടുത്ത് വെച്ച് സൗഖ്യമാക്കി. പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോഴേക്കും യേശു മുമ്പേ പറഞ്ഞതുപോലെ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. മഹാപുരോഹിതന്മാരുടെ മുൻപാകെ യേശുവിനെ വിസ്തരിപ്പാൻ കൊണ്ടുപോയി. അവർ ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ, അതെ, ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ദൈവദൂഷണം പറയുന്നുവെന്ന് പറഞ്ഞ ഉടനെ ജനം യേശുവിനെ മുഷ്ടിയുരുട്ടി കുത്തി. ചിലർ തുപ്പി, ചിലർ നിന്ദിച്ചു. ഈ സമയത്ത് യേശുവിനെ പിൻഗമിച്ച പത്രോസ് അകലം വിട്ടുവന്ന് നടുമുറ്റത്തിരുന്നപ്പോൾ വേലക്കാരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. തുടർന്ന് യേശു പറഞ്ഞതുപോലെ 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു. അപ്പോഴേക്കും കോഴി കൂവി. യേശുവിനെ മാറ്റി വിസ്തരിച്ച ശേഷം പീലാത്തോസ് ക്രൂശിക്കാനായി ഏൽപ്പിച്ചു. യേശുവിനെ ഗോൽഗോഥ മലയിലേക്ക് ക്രൂശിച്ചുമെന്ന് പോകുമ്പോൾ പലയിടങ്ങളിലും യേശു ക്രൂശുമായി ക്ഷീണിതനായി. ഒടുവിൽ പടയാളികൾ കുറേനക്കാരനായ ശിമോനെ നിർബന്ധിച്ച് ക്രൂശ് ചുമപ്പിച്ചു. അതിനാൽ അവൻ്റെ തലമുറകൾ പിന്നത്തേതിൽ പ്രസിദ്ധരായി തീരുവാനിടയായി തീർന്നു. അലക്സാണ്ടറും റൂഫോസും. തലയോടിടം എന്നറിയപ്പെടുന്ന മലയിൽ ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ യേശുവിനെ ക്രൂശിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു 7 മൊഴികൾ പറഞ്ഞു. അതിലൊന്നായിരുന്നു സകലവും നിവൃത്തിയായി എന്നുള്ളത്. ഏദൻ തോട്ടത്തെ വെച്ച് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്നുള്ളത് പാമ്പിനോട് ദൈവം പറഞ്ഞപ്പോൾ അത് നിവൃത്തിയായ ഇടമാണ് ഈ ഗോൽഗോഥാ മല, അല്ലെ ക്രൂശ്. മാത്രമല്ല, മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാനായി അവതരിച്ച ദൈവപുത്രൻ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ച നിരപ്പൻ്റെ ശുശ്രൂഷ തികച്ച ഇടം കൂടെയായിരുന്നു ഈ ക്രൂശിക്കപ്പെട്ട ഇടം. പ്രിയ ശ്രോതാക്കളെ, നീ ഇതുവരെ ഈ രക്ഷകനെ ജീവിതത്തിൽ ഏറ്റുകൊണ്ടില്ല എങ്കിൽ നിനക്കും കൂടെയാണ് യേശു ഗതസമനം മുതൽ ഗോൽഗോഥ വരെ ഈ പീഡനങ്ങൾ അനുഭവിച്ച് ക്രൂശിൽ സ്വന്തം തോളിൽ തലയായിച്ച് പ്രാണനെ വിട്ടത്. ആ യേശു ഉയർത്തുന്നു, ജീവിക്കുന്നു. ഇതാകുന്നു സുപ്രസാദകാലം. ഇപ്പോഴാകുന്ന രക്ഷാദിവസം. രക്ഷകനിൽ വിശ്വസിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നിത്യത ഉറപ്പാക്കി ക്രിസ്തുവിനോട് യുഗായുഗം വാഴുവാൻ ദൈവമായ കർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിരിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.